ഹലോ മലയാളി സ്ഥലം കാണാം പുതിയൊരു വലിയ സ്ഥലം. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് കാർ സിമുലേറ്റർ പോവാം. അപ്പോൾ നേരെ കിട്ടുമ്പോൾ കേസ് അപ്പം ഞാൻ ഒരു പുതിയ കാർ വാങ്ങാൻ പോവാണ്. നമുക്ക് ഇതൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കേസ്. അപ്പം എപ്പോഴും അവനോട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പുതിയൊരു വണ്ടി എടുക്കുന്നത്. പിന്നെ നമുക്ക് എന്തായാലും ഒരു വണ്ടി വേണമല്ലോ. എനിക്കൊരു വണ്ടി ഉണ്ട്, ബട്ട് ഞാനത് ഉപയോഗിക്കില്ല. ഞാൻ വലിയ ട്രാവലിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പറഞ്ഞേക്കാതെ നമുക്ക് വണ്ടി എടുക്കാൻ പോവാം. അപ്പം അവൻ്റെ വണ്ടീനെ കൊണ്ട് തട്ടിക്കാതെയൊക്കെ കൊണ്ടുപോകണം. അത് ഒരു ഇതാണ്, ടാസ്ക്കാണ്. നമുക്ക് മെല്ലെ മെല്ലെ പോയാൽ മതി. നമുക്ക് അവിടെ നേരെ പോടോ. യേശുവിനൊന്നൊരു വിവരമില്ലാത്ത പോലെയാണ്. അപ്പം നമുക്ക് പോവാം. ഇവിടെ ഒരു ഷോറൂമുണ്ട്, ബട്ട് നമുക്കിവിടെ കയറേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിവിടെ അല്ല കയറേണ്ടത്. ചേട്ടാ അങ്ങോട്ടേട്ടാ വണ്ടി എടുത്ത് പോകാട്ടോ ഒന്ന്. കേസ് ഇപ്പം വണ്ടി മാറ്റിയതില്ല, അതിനുകൊണ്ട് ഞാൻ തന്നെ വണ്ടി എടുത്ത് പോവാണ് സൈഡിൽ കൂടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഒന്ന് സൈഡാക്കട്ടെ കേസ് എന്നിട്ട് പറയാം. കേസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. നമുക്ക് കേസ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. കേസ് നമ്മൾ ഷോറൂമിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു വിൻറ്റേജ് കാറാണ് പ്ലാൻ ചെയ്ത് എടുക്കാൻ. നേരെ ഷോറൂമിലോട്ട് പോവാം. കേസ് കാർ അപ്പം നമുക്ക് വണ്ടി ആ യൂട്ടേൺ തിരിക്കണ്ട, നമുക്ക് ഇവിടെ തന്നെ തിരിച്ചു പോയി. അവിടെയൊക്കെ കയറി തിരിക്കാതെ സമയം പറയാം. ഏത് നായ്ക്കളാണ് ഇതൊക്കെ പൊട്ടിച്ച് പോകുന്നത്. ഇപ്പോൾ ഒന്നും ഇതില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും ഫ്രണ്ട് ചിലപ്പം ഞാൻ വിളിക്കും. വണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും വിളിക്കുന്നതാണ് അവനെ. അപ്പം ഇവിടെ നിർത്തിടണ്ട, കാരണം ഇവിടെ അത് സേഫല്ല. അമ്മ നമുക്ക് കുറച്ച് ഇവിടെ എടുത്തിടാം, ഇവിടെ ഇടാം കേസ്. നമുക്ക് നമ്മൾ തുറക്കുന്നു കേസ്. അപ്പം വിൻഡോ ഒന്ന് തുറന്നിടാം. വിൻഡോ ഒന്ന് തുറന്നിടാം, കാരണം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരിക്കും. അതിനുകൊണ്ടാണ് കേസ്. അപ്പം ഞാൻ ഡിക്കി നിറക്കട്ടെ, പൈസയൊക്കെ ഇതിലാണ്. കേസ് അപ്പം പൈസ നമ്മൾ എടുത്തിട്ടുണ്ട്. പോവാം. ഹലോ ചേട്ടാ, എനിക്ക് നല്ലൊരു കാറ് വേണമായിരുന്നല്ലോ. ഏതാ മോനെ വേണ്ടത്? നോക്കിയിട്ട് പറയാം ചേട്ടാ കേട്ടോ. അപ്പം കേസ് നോക്കാം. ഈ കാറ് 40 വേണ്ടാവേ നമുക്ക്. എല്ലാം നോക്കാം. 21 ഷാർക്ക്. പക്ഷേ ഇതൊക്കെ അത്ര ഇഷ്ടമല്ല. ഇത് നല്ലൊരു വണ്ടിയാണ്. ഇത് ടെസ്റ്റ് ഡ്രൈവ്. ഈ വണ്ടി എനിക്ക് വേണ്ടത്, ബട്ട് ഇത് രണ്ടും ടെസ്റ്റ് ഡ്രൈവാണ്. നമുക്കെന്തായാലും അപ്പുറത്തെ പീടികയിലൊന്ന് അവിടെ ഒരു ഷോപ്പുണ്ട് കേസ്, നമുക്ക് അവിടെ പോയി. ഈ വണ്ടി കൊള്ളാം, ബട്ട് നമുക്കൊന്നുകൂടി നോക്കി നോക്കാം. മോനെ കാറൊന്നും വേണ്ടേ? ചേട്ടാ എൻ്റെ ഫ്രണ്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്, അപ്പം ഞാൻ പിന്നെ വരാം ചേട്ടാ. ഓക്കെ മോനെ. അപ്പം നമുക്ക് എന്തായാലും പോവാം, മുന്നോട്ട് പോവാം കേസ്. അപ്പം ഞാൻ ഈ വണ്ടി നമുക്ക് അവിടെ സെറ്റായില്ല. നമുക്കെന്തായാലും വേറെ കട, അപ്പുറത്തെ കട ഉണ്ട്, അവിടെ പോയി ചോദിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് വണ്ടി വാങ്ങാം. എന്തായാലും ചളി കൂടെ ഓട്ടണ്ട, ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, ചളി ആവണ്ടെന്ന് വിചാരിച്ച് നമുക്ക് ഇങ്ങനെ പോവാം. ഹലോ കേസ്, ഇവർക്കൊന്നും അറിയില്ല. ഞാൻ ബസ്സിൽ വരുമ്പോൾ കാണലുണ്ട് ഇവരൊക്കെ. കേസ് നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഷോപ്പ് കയറി വെക്കാം. പിന്നെ ഇത് മറ്റേത് സെക്കൻഡ്സാണ് വിൽക്കുന്നത്, ഇത് ഫസ്റ്റാണ്. ഞാൻ പിന്നെ ഫസ്റ്റും കൂടി ഒന്ന് നോക്കിയിട്ട് എടുക്കാമെന്നാണ് സെക്കൻഡ്സ്. ഞാൻ ചങ്ങനയുടെ അവൻ പറഞ്ഞു കേസ്. അപ്പോൾ ഇതിന് ഗ്ലാസ് തുറന്നിടാം, വേഗം ചൂടാവും ഇതിൻ്റെ ഉള്ളിൽ. എന്തായാലും ഡോറടയ്ക്കാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. കേസ് ഓട്ടോമാറ്റിക് തുറന്നില്ല, ഓട്ടോമാറ്റിക് ഡോറാണ്. കേസ് നമുക്ക് വണ്ടിയൊക്കെ നോക്കാം. ഇതിന് ടെസ്റ്റ് ഡ്രൈവാണ്. ഇത് ടെസ്റ്റ് ഡ്രൈവോ? ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ. ഹലോ ചേച്ചി, എന്താ മോനെ വേണ്ടേ? എനിക്കൊരു നല്ല കാറ് വേണം, ഒന്ന് പറഞ്ഞുതരുമോ? നമ്മളിവിടെ പുതിയ SUV വന്നിട്ട് മോൻ അതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ ആവുക. മോനത് നോക്കി നോക്കും മോനെ. ഗുഡ്സ്മാൻ എന്ന് പറഞ്ഞ വണ്ടിയാണ് ചേച്ചി. മോനെ അതന്നെ കേട്ടോ ചേച്ചി, അതന്നെ ബുക്ക് ചെയ്തോളൂ. ഞാൻ വണ്ടികളൊക്കെ നോക്കട്ടെ കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. 50,000 യെസ്. അപ്പോൾ നമ്മളെന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്.
ചേച്ചി ഇത് പിന്നത്തേക്ക് മതി കേട്ടോ, ഇപ്പത്തേക്ക് വേണ്ട കേട്ടോ ചേച്ചി. ആ മോനെ. സുധാകരൻ ചേട്ടാ സുഖല്ലേ? ഓടാ, എനിക്ക് സുഖമാ. ഫൈനലി നമ്മൾ ബസ്സിലാണ് എത്തിയത് ഇവിടെ. അപ്പം 30-ാം തീയതി പറഞ്ഞ ഡേറ്റിന് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സുധാകരൻ ചേട്ടൻ കൊണ്ട് വീട്ടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പം നമുക്ക് നേരെ പോവാം. ഇതെന്താ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യം വന്ന് നോക്കണം. ഇവിടെ വണ്ടി ഇറക്കണ്ടല്ലോ, ഇതായിരുന്നാണോ? ഇപ്പം ഹലോ ചേച്ചി, വണ്ടി സെറ്റായോ? ആ മോനെ, അവളെ കിടക്കുന്ന XUV മോൻ്റെ കേട്ടോ. താങ്ക്സ് ചേച്ചി. ശരി ചേച്ചി, പിന്നെ കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വണ്ടി പുറത്ത് കിടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ട വണ്ടി അത് തന്നെയായിരുന്നു, എൻ്റെ തന്നെയായിരുന്നു. ഞാൻ വേറെ ഡെലിവറി എടുത്ത് വച്ചേക്കുന്നത്. യെസ്, ഓ ഗായ്സ്, ദിസ് ഈസ് മൈ വെഹിക്കിൾ. ഓ, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. മോനെ, പുതിയ വണ്ടിയൊക്കെ എടുത്തല്ലോ, അതുകൊണ്ട് ചെലവൊന്നുമില്ലേ? ചേച്ചി എനിക്കൊന്നും അറിയില്ല. സുകുമാരൻ ചേട്ടനല്ലല്ലേ, മാറിപ്പോയി. സോറി മോനെ. ചേട്ടാ ചേച്ചി ഒന്നും എനിക്ക് പറഞ്ഞു പോയി. എന്തായാലും ഞാൻ ചേച്ചീനെ കാണിച്ചു തരാം. അതൊക്കെ ഇവിടെ കേസ്. ഇതാണ് നമ്മുടെ സ്പേസ്. ഞാൻ ഇവിടെ എത്തിയിട്ട് ഡീറ്റെയിൽഡ് കാണിച്ചു. ഇതാണ് പെട്രോൾ ടാങ്ക്. പിന്നെ ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇതാണ് നമ്മളിവിടുത്തെ ഒരു വ്യൂ. ഇവിടെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ. പിന്നെ ഇറങ്ങാം നമുക്കെന്തായാലും. ഞാൻ ഇരുന്ന് നോക്കിയതാണ്. സീറ്റൊക്കെ നല്ലതല്ലേ, പൊടിയൊന്നും പിടിച്ചില്ലല്ലോ എന്ന്. കേസ് നമുക്കെന്തായാലും പോവാം. നെക്സ്റ്റ് പരിപാടി അതൊക്കെ കേസ്. എന്തായാലും വേഗം വീട്ടിലേക്ക് വിടാം. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അയ്യോ ഗൈസ്, ഞാൻ ഗിയർ ഇടാൻ മറന്നുപോയി. നമുക്ക് ഡിയിലേക്കിട്ട് പോവാം. ഓ ഗൈസ്, നമുക്ക് എന്തായാലും ഞാൻ പുതിയ വണ്ടിയൊക്കെ എടുത്ത്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയണം ഗൈസ്. നമുക്ക് എന്തായാലും പോവാം. നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം.